ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ശ്രീരാമ കഥാ ദിവസം 9. ഇന്നത്തെ വിഷയം അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് ജനങ്ങളുടെ വിലാപം, ഗുഹന്റെ ഭക്തി, ഗംഗാ കടക്കൽ. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ശ്രീരാമൻ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ വനവാസം സ്വീകരിച്ചതും സീതാദേവിയും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം പോകാൻ തീരുമാനിച്ചതും നാം കേട്ടു. ഇന്ന് അയോധ്യയെ കണ്ണീരിലാക്കിയ ആ യാത്രയുടെ കഥ കേൾക്കാം. വനവാസത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ശ്രീരാമൻ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും രാജകീയ പ്രൗഢിയും ഉപേക്ഷിച്ച് വനവാസികൾ ധരിക്കുന്ന മരവുരി അണിഞ്ഞു. സീതാദേവിയും മരവുരി ധരിക്കാൻ തയ്യാറായപ്പോൾ അത് എങ്ങനെ ധരിക്കണമെന്നറിയാതെ വിഷമിച്ചു. അപ്പോൾ ശ്രീരാമൻ തന്നെ സീതയെ സഹായിച്ചു. ഈ കാഴ്ച കണ്ടപ്പോൾ രാജധാനിയിൽ ഉണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദശരഥ മഹാരാജാവിന് തൻ്റെ മകനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ദുഃഖത്തിൽ തളർന്നു. കൗസല്യാദേവി മകനെ അനുഗ്രഹിച്ചു. സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞു, മകനെ, രാമനെ നിന്റെ പിതാവായും സീതയെ നിന്റെ മാതാവായും കരുതി സേവിക്കണം. ഈ വാക്കുകൾ ലക്ഷ്മണന്റെ ജീവിത മന്ത്രമായി. സാരഥിയായ സുമന്ത്രന്റെ രഥത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യ വിട്ടു. രഥം മുന്നോട്ട് നീങ്ങിയെങ്കിലും അയോധ്യയിലെ ജനങ്ങൾ പിന്നിലോടി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ, ഞങ്ങളെയും കൂടെ കൂട്ടൂ. അങ്ങില്ലാത്ത ഈ അയോധ്യയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ശ്രീരാമൻ എല്ലാവരെയും സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. ആദ്യ രാത്രി അവർ തമസാ നദീതീരത്ത് വിശ്രമിച്ചു. ജനങ്ങൾ ക്ഷീണിച്ചുറങ്ങിയപ്പോൾ അവർക്ക് കൂടുതൽ ദുഃഖം വരാതിരിക്കാൻ പുലർച്ചെ ശ്രീരാമൻ നിശബ്ദമായി യാത്ര തുടർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ശൃംഗവേരപുരം എന്ന സ്ഥലത്തെത്തി. അവിടെ വിഷാദ രാജാവായ ഗുഹൻ ഭരിക്കുകയായിരുന്നു. ശ്രീരാമൻ എത്തിയ വിവരം അറിഞ്ഞ ഗുഹൻ ഓടിയെത്തി. അദ്ദേഹം ശ്രീരാമന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ഗുഹൻ പറഞ്ഞു, പ്രഭോ, ഈ രാജ്യം മുഴുവൻ അങ്ങയുടേതാണ്. ദയവായി ഇവിടെ തന്നെ താമസിക്കൂ. ഞാൻ അങ്ങയെ സേവിക്കട്ടെ. എന്നാൽ ശ്രീരാമൻ മറുപടി പറഞ്ഞു, ഗുഹ, വനവാസം എൻ്റെ ധർമ്മമാണ്. നിന്റെ സ്നേഹവും ഭക്തിയും എനിക്ക് ഏറ്റവും വലിയ സമ്പത്താണ്. ആ രാത്രി ഗുഹനും ലക്ഷ്മണനും ഉറങ്ങാതെ ശ്രീരാമനെയും സീതയെയും കാത്തുനിന്നു. പിറ്റേന്ന് ഗംഗാനദി കടക്കാൻ ഒരു തോണി ഒരുക്കി. ഗുഹൻ ഭക്തിയോടെ ശ്രീരാമനെ ഗംഗ കടത്തി. തോണി അക്കരെ എത്തിയപ്പോൾ സുമന്ത്രരോട് ശ്രീരാമൻ പറഞ്ഞു, അയോധ്യയിലേക്ക് മടങ്ങുക. അച്ഛനെയും അമ്മമാരെയും ആശ്വസിപ്പിക്കുക. ഭരതനോട് എൻ്റെ സ്നേഹം അറിയിക്കുക. സുമന്ത്രന് കണ്ണുനീരടക്കാനായില്ല. അദ്ദേഹം ശ്രീരാമനെ പ്രണാമം ചെയ്ത് അയോധ്യയിലേക്ക് മടങ്ങി. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനത്തിന്റെ ആഴങ്ങളിലേക്ക് നടന്നു. ഇതോടെ രാജകുമാരന്മാരുടെ ജീവിതം അവസാനിക്കുകയും ധർമ്മയാത്രയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയും ചെയ്തു. ഇന്നത്തെ ആത്മീയ സന്ദേശം, ഗുഹൻ ഒരു രാജാവായിരുന്നില്ല, ഒരു മഹർഷിയുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഭക്തിയാണ് ശ്രീരാമന്റെ ഹൃദയം കീഴടക്കിയത്. ദൈവം നോക്കുന്നത് നമ്മുടെ സമ്പത്തോ സ്ഥാനമോ അല്ല, നിർമ്മലമായ സ്നേഹവും ഭക്തിയുമാണ്. ഹേ ശ്രീരാമ, ഗുഹനെ പോലെ നിർമ്മലമായ ഭക്തിയും ലക്ഷ്മണനെ പോലെ സേവന മനോഭാവവും സീതാദേവിയെ പോലെ അചഞ്ചലമായ വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ ഭരദ്വാജ മഹർഷിയുടെ ദർശനം, ചിത്രകൂടത്തിലെ വാസം, അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖം, ഇതിനെക്കുറിച്ച് നമുക്ക് നാളെ ശ്രവിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.